നീ ഇരിക്കും പറഞ്ഞു എന്താ വേണ്ട ഇരിക്കണ്ട നീ അധികം ഇരിക്കണ്ട പറ നീ ആദ്യം ഇവിടെ ഇരി എന്താ പറ എങ്ങനെയുണ്ടായിരുന്നു ലില്ലിപ്പൂക്കൾ ദിൽഷ? ലില്ലിപ്പൂക്കൾ നല്ലതായിരുന്നു. ബ്ലഷ്ലി എങ്ങനെയുണ്ടായിരുന്നു ലില്ലിപ്പൂക്കൾ? വളരെ നല്ലൊരു അനുഭവമായിരുന്നു സാർ. പൂരിതമായ ഒരു ആണോ? ആർക്ക്? എനിക്ക് കൊടുത്ത ആൾക്കോ? എനിക്ക് അത് വാങ്ങണോ വേണ്ട എനിക്ക് അല്ല. ഞാൻ എന്താ പറഞ്ഞ നിന്റെ അടുത്ത്, ഞാൻ എപ്പോഴും നിന്റെ നല്ല ഫ്രണ്ട് ആയിരിക്കും, ഒന്നും നിന്റെ മനസ്സിൽ വെക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഔട്ട്സൈഡിൽ നമുക്കൊരു പാർട്ണർഷിപ്പ് പോവാം. അവൻ അതും പിടിച്ച് നിൽക്കും എനിക്ക് വാങ്ങിക്കണം എന്നുണ്ട്. പൂ വാങ്ങിച്ചിരിക്കുന്നത് എന്താ കുഴപ്പം? അത് ഞാൻ വാങ്ങിച്ചു. പിന്നെ പ്രൊപ്പോസൽ ഇത്രേ ഉള്ളൂ. 24 മെച്യൂരിറ്റി ഒക്കെ മനസ്സിലല്ലേ? മെച്യൂരിറ്റി. പക്ഷെ അവൻ അത് തന്നതിന്റെ ആ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഇങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാം ആ ഫീലിങ്സ് നല്ല ഫീലിങ്സ് ആണെന്ന് എനിക്കറിയാം. എന്താ എങ്ങനെ? അത് ഭാഗ്യമില്ല സാർ, ഭാഗ്യമില്ല. സാർ പറഞ്ഞില്ലേ സ്നേഹിക്കപ്പെടാൻ ഒരു ഭാഗ്യം വേണമെന്ന്. എന്നിലെ റൂഹിലെ പകുതിയല്ലേ, എന്നിലെ നൂറായി നീ പിറന്നതല്ലേ. എല്ലാവർക്കും സ്നേഹിക്കാം, ഇങ്ങോട്ട് സ്നേഹിക്കപ്പെടാനാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം വേണ്ടത് അല്ലേ? ഞാൻ സ്നേഹിക്കാഞ്ഞിട്ടില്ല, പക്ഷെ അവൻ ഉദ്ദേശിക്കുന്ന ആ സ്നേഹമല്ല. നീ എന്തിനാണ് വെറുതെ എന്നെ ഇങ്ങനെ കുഴക്കുന്നത്? ഞാൻ നിന്നെ എവിടെ ഇട്ട് കുഴച്ചു? നീ എന്നെയാണ് ഇപ്പൊ കുഴച്ചോണ്ടിരിക്കുന്നത്, അത് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്താ ഇയാൾ ഉദ്ദേശിക്കുന്ന സ്നേഹം? എന്റെ എന്താ ബ്ലഷ്ലി? അവരുദ്ദേശിക്കുന്ന ബ്രദർ എന്നുള്ള രീതിയിലുള്ള സ്നേഹമാണ്. രണ്ടും കൂടെ ശരിയാവുന്നില്ല അല്ലേ? ഒരു ബ്രദറും ഒരു പ്രണയവും, അത് എങ്ങനെയാണ് ഇപ്പൊ ശരിയാക്കി എടുക്കുന്നത്? എന്നെ കുറിച്ച് എന്താന്നിട്ടാണ് നിനക്ക് ആ ലവ് എന്റെ അടുത്ത് വന്നത്? നിന്നിലെ എന്നെ കണ്ടു ഞാൻ, നിന്നിലുള്ള എന്നെയാണ് ഞാൻ പ്രണയിക്കുന്നത്, മനസ്സിലായോ? എന്നിലുള്ള നിന്നെ, എന്നിലനി നീ ഇല്ലല്ലോ. അല്ല, ബ്രദറിനെ സിസ്റ്ററിനെ പ്രണയിക്കാം. പ്രണയം എന്ന് പറയുന്നത് എപ്പോഴും നമ്മള് ഉടനെ ലവ് അല്ല. അപ്പൊ ഞാൻ പറയുന്നത് നീ മനസ്സമാധാനത്തോടെ കേൾക്ക്. എന്റെ പൊന്നനിയ നടക്കിടക്ക് വിളിക്കാം. നീ എന്നെ അനിയനായിട്ടോ ചേട്ടനായിട്ടോ എന്തോ കണ്ടോ? അപ്പൊ നീ എന്നെ നല്ലൊരു ചീച്ചടിക്കടാ. ഞാൻ അങ്ങനെ ബ്ലഷ്ലിക്ക് ഏതാണ്, പ്രേമമാണോ പ്രണയമാണോ? ശല്യം ആയ അത് ഇത്തിരി കുഴപ്പമെന്നാണ് എന്നാണ് ദിൽഷ പറയുന്നത്. അത് വെറും പോൺസിന്റെ അല്ലെങ്കിൽ പൂക്കൾ കൊടുത്താലൊന്നും ശരിയാവില്ല. ആരും കാണാവോളിയും നീയേ എന്റെ കിതാബിലെ പെണ്ണേ, എന്റെ കിതാബിലെ പെണ്ണേ.